ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഡേ. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഡയറക്റ്റായിട്ട് പറയാം, ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല. ആസ്ട്രോടോക്കിൽ നിന്ന് ഒരു ബ്രേസ്ലെറ്റ് മേടിച്ചു. എൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ക്യാരക്ടറുമായിട്ടൊന്ന് മാച്ച് ആവുന്ന പോലെ തോന്നി. മടിയാണ് മെയിൻ. അപ്പോൾ എന്നിട്ട് ആ മടി മാറുമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. പാക്കിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. ഞാൻ ആ ബില്ല് വരുന്ന പോർഷൻ അതിൽ പ്രത്യേകിച്ചൊന്നും കട്ട് ചെയ്യേണ്ടി പോകുന്നുണ്ട്. ഞാനതിന് നോക്കുക. ഇൻവോയ്സൊക്കെ സെപ്പറേറ്റ് അവരതിനകത്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. പാക്കേജിങ് നല്ലതാണ്. ഇതെന്താ, ഫ്രീ കിട്ടിയ ഗിഫ്റ്റാണ്. നമുക്ക് തുറന്ന് നോക്കാം. എന്താണ് ഇതിനകത്തുള്ളതെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു ഒരു രുദ്രാക്ഷം ഫ്രീ ആണത് പറഞ്ഞിട്ടുണ്ട്. അതെ. ഇതൊരു രുദ്രാക്ഷമാണ്. ഇതെത്ര മുഖമുള്ളതാണെന്ന് നമുക്ക് നോക്കാം. 1 2 3 4. ഓക്കെ, പഞ്ചമുഖി രുദ്രാക്ഷമാണ്. മാറ്റി വെക്കാം. ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഒരു കാർഡ്സൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക്സ് നോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താ, ഇതിലാണ് ഹാൻഡിൽ ജെന്റ്ലി, കീപ് ഡ്രൈ, അവോയ്ഡ് വാട്ടർ. ഓക്കെ, നമ്മളിത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്നുള്ളതാണ്. പിന്നെ ജം ടെസ്റ്റിംഗ് ആൻഡ് ഡയമണ്ട് ഗ്രേഡിംഗ് ലാബ് ഓഫ് ഇന്ത്യയുടെ ഒരു കാർഡ് വച്ചിട്ടുണ്ട്. ഇത് ബ്രേസ്ലെറ്റിൻ്റെ ബീഡ്സിൻ്റെ ആണ്. ഇതെന്താണ്, സെലനേറ്റ് പ്ലേറ്റ്. അപ്പോൾ അതിൻ്റെ കാർഡാണ്. കണ്ടോ, നമ്മുടെ സോഡിയാക് സൈൻ വരുന്ന അനുസരിച്ചിട്ടുള്ള ബ്രേസ്ലെറ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. എൻ്റെ സോഡിയാക് സൈൻ ലിയോ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അഡ്വർടൈസ്മെൻറ്റ് കണ്ടപ്പോൾ ഒത്തിരി ആംബിഷൻസ് ഉണ്ട്, പുതിയ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട്. പക്ഷേ മടി, അതാണ് മെയിൻ. ഇത് സെലനൈറ്റ് പ്ലേറ്റ് ആണ് കേട്ടോ. ഇത് കോംപ്ലിമെൻ്ററി സ്പെയർ ത്രെഡ്. ഓക്കെ, ബാക്കിയൊക്കെ ഇത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന സ്പോഞ്ചും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് പ്ലേസ് ചെയ്യാം. കുളിച്ച് വൃത്തിയായതിന് ശേഷമാണ് നമ്മളത് യൂസ് ചെയ്യേണ്ടത്. എക്സ്ട്രാ ത്രെഡ് എന്തിനാണ്? ഓക്കെ, ഇൻ കേസ് ഈ ത്രെഡ് പൊട്ടിപ്പോവുകയാണെങ്കിൽ ഇതിൽ കോർത്ത് ഉപയോഗിക്കാം. ഇത് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂസ് ഞാൻ പറയാം. എൻ്റെ മടി മാറിയോ ഇല്ലയോ, ഇത് ഉടായിപ്പാണോ എന്നുള്ളത്. ഒരു ബീഡിട്ടാൽ നമ്മുടെ മടി മാറുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയത്തില്ല. പക്ഷെ കൊള്ളാം, നല്ല ഡിസൈൻ, നല്ല കളറാണ്. ഇതിൽ വന്നേക്കുന്ന ബീഡ് ഏതാ, ക്യാറ്റ്സ് ഐ അല്ല, ടൈഗർ ഐ ആണ്. കണ്ടോ, സിട്രിൻ, ടൈഗർ ഐ. ഇത് സിട്രിൻ എന്ന ബീഡാണ്. ഇത് ഭംഗിക്ക് നമ്മുടെ സോഡിയാക് സൈൻ മെൻഷൻ ചെയ്തിട്ടുള്ള ബീഡാണ്. ഇതൊക്കെ ഒറിജിനലാണോ എന്ന് അറിയത്തില്ല. ടൈഗർ ഐ എന്നാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. നാച്ചുറൽ സ്റ്റോൺ ആണെന്നും പറഞ്ഞിട്ടുണ്ട്, അറിയത്തില്ല. നമുക്കെന്തായാലും യൂസ് ചെയ്ത് നോക്കാം. യൂസ് ചെയ്ത് നോക്കിയിട്ട്
എങ്ങനെയാണെന്ന് പറയാം, മടി മാറിയോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇതിനൊപ്പം കിട്ടിയ രുദ്രാക്ഷം ഇത് ഈ പാക്കറ്റിനകത്ത് തന്നെ ആക്കി വയ്ക്കാം. ഇതും ഈ പാക്കറ്റിനകത്ത് തന്നെ ഇരുന്നോട്ടെ. ഇത് കുളിച്ച് വൃത്തിയായതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, താങ്ക് യു, ബൈ.